The next chapter we are going to discuss is the second one, that is the life-giving water. So we can read the lesson. There are some of the headlines in newspapers. അപ്പോൾ ഇതൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് ന്യൂസ്പേപ്പറിൽ കാണുന്ന ഹെഡ്ലൈൻസ് ആണ് അല്ലേ. പിന്നെ isn't it due to great importance of water in daily life that newspapers are always flooded with news related to it? What do we use water for? അപ്പോൾ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ന്യൂസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രസൻസ് ഓഫ് വാട്ടർ ഡിറ്റക്ട് ചെയ്യുന്നു, ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശം ഡിറ്റക്ട് ചെയ്തു, പാഡി ഫീൽഡ്സ് ടേൺ ഡ്രൈ, വെള്ളം ഇല്ലാത്തത് കൊണ്ട് നെൽപ്പാടങ്ങളെല്ലാം വറ്റി വരണ്ടു, അതൊക്കെയാണ് പറയുന്നത്. വാട്ട് ഡു വി യൂസ് വാട്ടർ ഫോർ? എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ? ഫോർ ഡ്രിങ്കിങ്, കുക്കിംഗ് ഫുഡ്, അഗ്രികൾച്ചർ ആൻഡ് ഫോർ വാഷിംഗ് വെസൽസ്. വെള്ളം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും പിന്നെ കൃഷിക്ക് ആവശ്യമായത് പിന്നെ പാത്രം കഴുകാൻ. ക്യാൻ വി യൂസ് എനിത്തിങ് അതർ ദാൻ വാട്ടർ ഫോർ ദിസ് പർപ്പസ്? ഇത് കൂടാതെ ഏതൊക്കെ കാര്യത്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? പ്യുവർ വാട്ടർ എന്താണ്? ഇറ്റ് ഈസ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് അല്ലേ. നിറമില്ല, മണമില്ല, പിന്നെ എന്താ ടേസ്റ്റും ഇല്ല. വാട്ട് ആർ ദ അതർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ? ഇത് കൂടാതെ വേറെ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് വെള്ളത്തിനുള്ളത്? Make use of the pictures and table given below and discuss the properties of water and record them in the science diary. അതായത് ഈ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് വെള്ളത്തിന്റെ പല ആവശ്യങ്ങൾ നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. So here it is a box given. What is the box indicating? Properties of water, situation in which used. അപ്പോൾ വെള്ളത്തിന്റെ ഉപയോഗങ്ങളും പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ അത് യൂസ് ചെയ്യണതിനെ പറ്റി. Dissolved substances. അപ്പോൾ ചില വസ്തുക്കളെ ലയിപ്പിക്കും. For sweetening drinks and for washing clothes. അല്ലേ. ഡ്രിങ്ക്സ് ഒക്കെ സ്വീറ്റൻ ചെയ്യാനും മധുരം കലർത്തി കൊടുക്കാനൊക്കെ എന്തിനാ വെള്ളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ വാഷിംഗ്, തുണി അലക്കാനും. ഫ്ലോസ്, ക്യാരി ത്രൂ, എങ്ങനെയത് പോകുന്നത്? പൈപ്പിലൂടെയാണ് അത് വെള്ളം പാസ് ചെയ്യണത്. ക്യാരീസ് ഹീറ്റ് ഫോർ കുക്കിംഗ് പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആസ് നോ ഡെഫിനറ്റ് ഷേപ്പ്, ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. വെള്ളത്തിന് ഒരു ഷേപ്പും ഇല്ല, പക്ഷെ അത് ഏതിലാണോ വെച്ചിരിക്കുന്നത് അതിന്റെ ഷേപ്പാണ് അത് ക്യാരി ചെയ്യുന്നത്. ക്യാൻ ബി കളക്റ്റഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്, അതായത് ഏത് ഷേപ്പ് വേണമെങ്കിലും അത് ക്യാൻ ബി കളക്റ്റഡ്, ഏത് തരത്തിലുള്ള ഷേപ്പിലുള്ള വെസലിലും അതിനെ നിറയ്ക്കാൻ പറ്റും. എക്സസ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്, 3 രൂപത്തിലും അപ്പിയർ ചെയ്യാറ്, സോളിഡ്, ലിക്വിഡും ഗേഷ്യസ് സ്റ്റേറ്റിലും. ക്യാൻ മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം, അപ്പൊ സ്റ്റീം ഉപയോഗിച്ച് നമുക്ക് എന്താ പുട്ട് ഉണ്ടാക്കാം. ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ? എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ അയക്കാറുണ്ടോ? സോളബിൾ ആൻഡ് ഇൻസോളബിൾ സബ്സ്റ്റൻസസ് അല്ലെ, അലിയുന്നവയും അലിയാത്തവയും ഉണ്ട്. എക്സാമിൻ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹസീബ് ആൻഡ് ആനന്ദ ആഫ്റ്റർ സ്റ്റിറിംഗ് ഷുഗർ ആൻഡ് വാട്ടർ in sand in water taken in separate glass tumblers. ഹസീബും ആനന്ദും എന്താ ചെയ്തിരിക്കുന്നത്? ഷുഗറും പഞ്ചസാരയും മണ്ണും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് 2 ഗ്ലാസ് ടംബ്ലറിൽ എടുത്തിരിക്കുകയാണ്. ഹസീബ്, the sugar that I put into the tumbler has disappeared. പഞ്ചസാരയ്ക്ക് എന്ത് സംഭവിച്ചു? അതിപ്പോ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആനന്ദോ, സാൻഡ് ഐ പുട്ട് ഇൻ ദ ടംബ്ലേഴ്സ്, മണ്ണ് എന്താണ്? അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. Let us try the experiment done by ഹസീബ് and ആനന്ദ്. നമുക്കും ഇതുപോലത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. Take salt, sand, sugar, kerosene, coriander powder, potassium permanganate, sugar candy, chili powder, coconut oil, blue vitriol, that is എന്താ പറയാ, hydrate, copper sulfate, stone and glycerin in separate glass tumblers. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓരോ പാത്രത്തിൽ എടുക്കുകയാണ്. ആഡ് വാട്ടർ, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വെള്ളം ഉപയോഗിച്ച് നല്ലോണം ഇളക്കുക. ടാബ്ലറ്റ്, ഇതിന്റെ എന്തൊക്കെ ഒബ്സർവേഷൻ കാണുക എന്നുള്ളത്, വെള്ളത്തിൽ അലിയുന്നത് ഏതൊക്കെയാ, വെള്ളത്തിൽ അലിയാത്തത് ഏതൊക്കെയാ എന്നുള്ളത് ഈ ചാർട്ടിൽ എഴുതി വെക്കുക. Solute, solvent and solution. So this is the phenomenon that helps the substance to dissolve in water. A substance which dissolves is called, അലിയുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂട്ട് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ്, ഏതിലെയാണോ അത് അലിയുന്നത് അതിനെ എന്ത് പറയും? സോൾവെന്റ്. സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് ആണോ, ഇത് സബ്സ്റ്റൻസ് ആണോ അലിയുന്നത് അതിനെ നമ്മൾ എന്താ പറയുക? സൊല്യൂട്ട്. ഏതിലേക്കാണോ അലിയുന്നത് അതിനെ സോൾവെന്റ് എന്ന് പറയും. സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെന്റ് അല്ലെ. ഏതാണോ ഡിസോൾവ് ചെയ്യണത് അതിനെ എന്താ പറയാ? സൊല്യൂട്ട് എന്ന് പറയും. ഏതിലേക്കാണോ ഡിസോൾവ് ചെയ്യണത് അതിനെ സോൾവെന്റ് എന്ന് പറയും. അതിലുണ്ടാകുന്ന സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. ഇൻ ഷുഗർ സൊല്യൂഷൻ, ടു അണ്ടർസ്റ്റാൻഡ്, അപ്പൊ ഇതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഏതാ? ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനിയിൽ ഷുഗർ ഈസ് എ സൊല്യൂട്ട്. അപ്പൊ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്, ഏതാണോ ലയിക്കുന്നത് അലിയുന്നത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയണം. വാട്ടർ ഈസ് എ സോൾവെന്റ്. സോൾവെന്റ് മീൻസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ്. You have observed the dissolution of certain solids and liquids in water അല്ലെ. ചില സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ സോളിഡിലും ലിക്വിഡിലും അലിയുന്നതായിട്ട് കാണാറുണ്ട്. ഗ്യാസ് ഓൾസോ ഡിസോൾവ് ഇൻ വാട്ടർ ടു ഗിവ് സൊല്യൂഷൻ. ഗ്യാസ് എന്ത് ചെയ്യാറുണ്ട്? സൊല്യൂഷനിൽ ഡിസോൾവ് ആവാറുണ്ട്.
Let us open a soda bottle. Don't you see gas bubbles rising up? A soda bottle തുറക്കുന്ന സമയത്ത് നമ്മൾ എന്താ കാണാറ്? Gas bubbles കാണാറുണ്ട് അല്ലേ? When we are opening the soda bottle. It is the carbon dioxide dissolved in water. Actually അതെന്താണ്? Carbon dioxide വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതാണ് എന്ത്? Soda water. That comes in the form of എന്ത് രൂപത്തിലാണ് വരുന്നത്? Bubblesന്റെ രൂപത്തിലാണ് വരുന്നത്. If so, what is the solute in soda water? So what is the solute in soda water means? What is it? Carbon dioxide is the solute in soda water. The gas dissolved in water is what? Oxygen dissolved in water is what fish and various creatures living in. അപ്പോൾ വെള്ളത്തിലേക്ക് എന്താ ലയിച്ചിരിക്കുന്നത്? ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് മീനും അതിലുള്ള പല ക്രീച്ചേഴ്സും വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യുന്നത്. Complete the table writing separately the solute and solvent. സൊല്യൂട്ടും സോൾവെന്റും വേർതിരിച്ച് ഈ കോളത്തിൽ എഴുതുക. Expand the table using other solutions. വേറെ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത് എഴുതാവുന്നതാണ്. Universal solvent. Is it in water that most substances dissolve? വെള്ളത്തിലല്ലേ അധികം എല്ലാ സബ്സ്റ്റൻസും ലയിക്കുന്നത് മിക്കവാറും വെള്ളത്തിലായിരിക്കും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം തന്നിരിക്കുന്നത്. 3 എക്സ്പെരിമെന്റ് we have to do. Which is the liquid in which most substances dissolve? Do all water soluble substances dissolve in other liquids? വെള്ളത്തിൽ ലയിക്കുന്നതൊക്കെ മറ്റു ലിക്വിഡ്സിലും ലയിക്കാറുണ്ടോ? Water is a solvent which dissolves a large number of substances. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു സോൾവെന്റ് ആണ്. എല്ലാ സബ്സ്റ്റൻസിനെയും ലയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? വെള്ളം. Hence water, അതുകൊണ്ടാണ് വെള്ളത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? Universal solvent. Hence it's referred to as a universal solvent. What are the benefits of water being a universal solvent? Let us discuss some other properties of water. അപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിന്റെ കുറച്ച് കൂടി കാര്യങ്ങൾ പഠിക്കാം. Water level. Make an arrangement as shown in the figure. അല്ലേ? ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക. എന്താ? കട്ട് ടു പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻടു ഈക്വൽ സൈസ്. 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരേ അളവിൽ കട്ട് ചെയ്ത് വെക്കുക. പുട്ട് എ ഹോൾ അറ്റ് ദ ബേസ് ഓഫ് ഈച്ച് ഓഫ് ദ ബോട്ടിൽസ്. അല്ല, ഒരു ഹോൾ ഉണ്ടാക്കുക. 2 ബോട്ടിലിന്റെയും അറ്റത്ത് 2 ഹോൾ ഉണ്ടാക്കുക. ഇൻസേർട്ട് ദ എൻഡ്സ് ഓഫ് ദ മേസൺ പൈപ്പ് ഇൻടു ഈച്ച് ഹോൾസ് ക്ലോസിംഗ് ദം. ഇൻസേർട്ട് ദ എൻഡ്സ് ഓഫ് എ മേസൺ പൈപ്പ്. അപ്പോൾ ഒരു പൈപ്പ് അതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ 2 ഹോളിലേക്ക്. വിത്തൗട്ട് ലീക്കിംഗ് യൂസിങ് ആൻഡ് adhesive. Add water to fill 1 bottle completely. ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കണം? വെള്ളം അതിലേക്ക് ഒഴിച്ചു. What do you observe? Are the water levels in the 2 bottles same? രണ്ടിലും ഒരേപോലെയാണോ? Remove some water from one of the bottle. കുറച്ച് വെള്ളം കളയുക. Does the water level of the other bottle change now? ഇപ്പൊ എന്തെങ്കിലും മാറ്റം നമ്മൾ അതിൽ ഒബ്സർവ് ചെയ്തോ? What is the change observed in the level of water when some sand is put in one of the bottle? അപ്പൊ ഇതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്? Now remove the sand in same quantities using a spoon. അപ്പോൾ മണ്ണ് ഇതിൽ നിന്ന് മാറ്റുക. സ്പൂൺ ഉപയോഗിച്ച് മണ്ണ് ഇതിൽ നിന്ന് മാറ്റിക്കളയുക. Observe the change in water level. വാട്ടർ ലെവലിന്റെ ചേഞ്ച് ഒബ്സർവ് ചെയ്യുക. Does the water level fall? ഇതിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ? Water maintains its level. വാട്ടർ എന്താണ്? അതിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. When groundwater is collected in large quantities for industrial and commercial purposes, it results in the depletion of water level. അപ്പോൾ കണ്ടമാനം വെള്ളം നമ്മൾ ഇൻഡസ്ട്രിയും വേറെ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വാട്ടർ ലെവൽ ഓട്ടോമാറ്റിക്കലി വിൽ ഡീപ്ലീറ്റ്സ്, കുറഞ്ഞു വരികയാണ് വെള്ളത്തിന്റെ ലെവൽ. ദിസ് ലീഡ്സ് ടു ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ് ഇൻ ദ നെയ്ബർഹുഡ്. അപ്പോൾ ഇതെന്താണ്? പരിസര പ്രദേശത്തൊക്കെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ആഫ്റ്റർ കണക്ടിങ് 4 or 5 bottles together. ഇതേ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക? 4 or 4 or 5 ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് ചെയ്യുക. സബ്സ്റ്റൻസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് വിച്ച് ഫ്ലോട്ട്. ചിലത് അടിയിലേക്ക് സെറ്റിൽ ആകും, വേറെ ചിലത് ഫ്ലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. മുബഷിറ is experimentally by putting a block of wood in water. അപ്പൊ എന്താ ചെയ്യുന്ന മുബഷിറ? ഒരു വുഡ് മരക്കഷ്ണം വെള്ളത്തിലിടുകയാണ്. You can see the block of water floating. അപ്പൊ ആ മരക്കഷ്ണം വെള്ളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Do all substances float on water like this? എല്ലാ വസ്തുക്കളും ഇതുപോലെ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? Try the experiment putting some familiar objects in water. ഇതുപോലെ നമ്മൾ ചെയ്യണേ എങ്ങനെയാണ്? Write the observation science diary. You have now understood that several objects float in water. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കി? പല സബ്സ്റ്റൻസും വെള്ളത്തിലൂടെ ഒഴുകി നടക്കാറുണ്ട്. Have you come across any instance in which you make use of the property? ഇതുപോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Learning to swim holding on the plantain stem. അല്ലേ? വാഴയുടെ ഉപയോഗിച്ചിട്ട് എന്താണ്? നീന്താൻ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ക്യാരിങ് ആർട്ടിക്കിൾസ് ഓൺ എ റാഫ്റ്റ്. പലക ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാറുണ്ട്. How do measure? ഇങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്. Don't you buy kerosene from the ration shop? റേഷൻ കടയിൽ നിന്ന് നമ്മൾ മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കാറില്ലേ? Do you buy in weighed or measured?
തൂക്കിയിട്ടാണോ വാങ്ങിക്കുന്നത്, മെഷർ ചെയ്താണോ വാങ്ങിക്കുന്നത്? ഹാവിൻ യു നോട്ടീസ്ഡ്? അപ്പോൾ അവിടെ നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? മെഷറിംഗ് വെസൽസ് കണ്ടിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെസൽസ്? മെഷറിംഗ് വെസൽസിന്റെ അളവ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ലിറ്റർ ഇസ് ദ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. അപ്പൊ ലിറ്റർ എന്ന വാക്കാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്? മെഷറിംഗ് വെസൽസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്സ് ആർ ടു ബി മെഷർഡ് ദ യൂണിറ്റ് ഈസ് മില്ലി ലിറ്റർ. ചെറിയ ക്വാണ്ടിറ്റി ആണ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? മില്ലി ലിറ്റർ ഉപയോഗിക്കും അല്ലേ? ലെറ്റ് us make a 1 liter vessel using a chart paper. അപ്പോൾ 1 ലിറ്റർ വെസൽ എന്തില്? ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് എഴുതുകയാണ്. ഫോർ ദിസ് വി ഷുഡ് മേക്ക് എ ബോക്സ് വിത്ത് ലെങ്ത്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബോക്സ് വിത്ത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന 10 സെന്റിമീറ്റർ വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ലെറ്റ് us find the inner measurements. ഇന്നർ മെഷർമെന്റ്സ് എത്രയാണ്? 3 സൈഡും 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. സോ ടോട്ടൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഇറ്റ് ഈസ് 1000 ക്യൂബിക് സെന്റിമീറ്ററിന് എന്താ പറയുക? 1 ലിറ്റർ എന്ന് പറയും. 1 cubic centimeter can also be called as 1 milliliter. Therefore 1 liter എന്ന് പറയുന്നത് 1000 milliliter. We use bottles and vessels of different capacities every day. Can you measure out half liter, 1 liter, 2 liter, 5 liter using this? Try and note down your inferences in the science diary. The earth abundant in water. Still, look at the globe. ഗ്ലോബ് ശ്രദ്ധിക്കുക. ദ ബ്ലൂ കളർ ഷോസ്. ഇപ്പൊ നീല കളർ എന്തിനാ സൂചിപ്പിക്കുന്നത്? വെള്ളത്തിന് അല്ലെ? മോസ്റ്റ് ഓഫ് ദ പോർഷൻ ഓഫ് ദ എർത്ത്, പകുതി ഭാഗത്തോളം എന്താണ്? മുക്കാഭാഗത്തോളം എന്താണ്? ഓഷ്യൻസ് ആണ്. ദ 2/3 ഓഫ് ദ സർഫസ് ഓഫ് ദ ഇറ്റ് ഈസ് വാട്ടർ. വെള്ളമാണ് അല്ലെ? വിച്ച് ഇസ് ഡബിൾ ദ ഏരിയ ഓഫ് ദ ലാൻഡ്. കരയിനെക്കാട്ടും കൂടുതൽ എന്താ ഉള്ളത്? വെള്ളം ആണ്. മേജർ പോർഷൻ ഓഫ് വാട്ടർ ഇൻ ദ എർത്ത് ഈസ് സീ വാട്ടർ. അപ്പൊ അതിൽ പകുതി ഭാഗവും മുക്കാൽ ഭാഗവും എന്ത് തന്നെയാണ്? കടൽ വെള്ളം തന്നെയാണ്. 3.5 മാത്രം എന്താണ്? പ്യുവർ വാട്ടർ ഉള്ളൂ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസ്? വെള്ളം ലഭിക്കാനുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്? ലിസ്റ്റ് ഔട്ട് ഇൻ ദ സയൻസ് ഡയറി. ഇതൊക്കെ എന്താ സയൻസ് ഡയറിയിൽ എഴുതുക. വാട്ടർ പൊല്യൂഷൻ. വി നോ ദാറ്റ് ഈവൻ വാട്ടർ ഫ്രം ദ ലിമിറ്റഡ് പ്യുവർ വാട്ടർ ഇസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. കുറച്ചേ വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും അത് പകുതിയോളം എന്താണ്? പൊല്യൂട്ടഡ് അല്ലെ? ഓരോന്നും നമ്മൾ നശിപ്പിച്ച വേസ്റ്റുകളൊക്കെ അതിൽ കൊണ്ടിട്ട് അങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനെ. Let us find the different ways in which water get polluted and record them. അപ്പോൾ ഏതൊക്കെ വഴിയിലൂടെയാണ് ഇത് നശിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഫോളോയിങ് സ്റ്റെപ്സിൽ അറിയാം. എന്തൊക്കെയാ? വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റലിൻ്റെ, അതായത് തുണി അലക്കാനും പിന്നെന്താണ് കന്നുകാലികളെയൊക്കെ കുളത്തിൽ വന്നിട്ട് കുളിപ്പിക്കുക അല്ലേ? ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻറ്റു, പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ എന്താണ് മറ്റു പുഴയിലേക്ക് എറിയുക. ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫിഷ് ആൻഡ് മീറ്റ്. പിന്നെ മീൻ മാർക്കറ്റും മീറ്റ് മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുക, അതിലേക്ക് വെള്ളത്തിലേക്ക് എറിയുക. പിന്നെ ഫാക്ടറീസ് എന്നുള്ളത് പെസ്റ്റിസൈഡ്സ് ദാറ്റ് ഈസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. കീടനാശിനികളുടെ ഉപയോഗം, അതിലൂടെ വരുന്ന വെള്ളമൊക്കെ എന്തിലാണ്? പുഴയിലേക്ക് തള്ളപ്പെടും. ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ഇറ്റ് ദ പോസിബിൾ മെത്തേഡ് ടു പ്രിവെന്റ്. എന്തൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് ഫ്രണ്ട്സ് വൈസ് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഹൗ ഈസ് റെയിൻ ഫോംഡ്? മഴ എങ്ങനെ ഉണ്ടാവുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് വെൻ ഇറ്റ് റിസീവ്സ് ഹീറ്റ് ഫ്രം ദ സൺ? അപ്പം വാട്ടർ ബോഡീസ്, വെള്ളത്തിന് എന്താ സംഭവിക്കുന്നത്? ചൂട് കിട്ടുന്ന സമയത്ത് അതിനെന്ത് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ഇൻ ദ കിച്ചൺ ഇറ്റ്സെൽഫ്. കിച്ചണിൽ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീറ്റ് സം വാട്ടർ ഇൻ എ വെസൽ. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക. കവർ ഇറ്റ് വിത്ത് എ പ്ലേറ്റ് വെച്ച് മൂടുക. ആഫ്റ്റർ സം ടൈം എക്സാമിൻ ദ ഇന്നർ സൈഡ് ഓഫ് ദ പ്ലേറ്റ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റിന്റെ അടിഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ് ഇൻ ദ സയൻസ് ഡയറി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സയൻസ് ഡയറിയിൽ ഇത് എഴുതി വെക്കുക. ഇലസ്ട്രേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു ടു എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. അപ്പൊ ഈ ഇലസ്ട്രേഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യും? To explain on the basis of the experiment how rain, എങ്ങനെയാ മഴ ഉണ്ടായെന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരും. The water from water bodies and plants reach the atmosphere in the form of water vapor due to the heat of the sun. അപ്പോൾ വെള്ളം അല്ലെ, water from water bodies and plants reach the atmosphere in the form of water vapor due to the heat of the sun. ഇതെങ്ങനെ? സൂര്യന്റെ ചൂട് മൂലമാണത് എത്തുന്നത്. വാട്ടർ വേപ്പർ കണ്ടൻസസ് ഇൻ ദ ഫോം. അപ്പൊ ഇതിലൂടെ അത് വരുന്നത് മേഘങ്ങള് കൂൾ ചെയ്തിട്ട് മഴയായിട്ട് വരും. Evaporation is the process by which liquid change to vapor due to heat. വെള്ളം ചൂടാക്കുന്ന സമയത്ത് എന്താണ്? അത് വേപ്പർ ഫോമിൽ, വായു ഫോമിലേക്ക് ആവുന്നതിനെയാണ് ഇവാപറേഷൻ പറയുക. കൂളിംഗ് ചെയ്യുന്ന സമയത്തോ ഈ വേപ്പർ തന്നെ നീരാവി എന്തായിട്ട് വരും? വെള്ളമായിട്ട് ഫോം ചെയ്യും അല്ലെ? അതിന് എന്താ പറയുക? കണ്ടൻസേഷൻ. വാട്ടർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ വേപ്പർ is an example of evaporation and water vapor changing into water is an example of condensation. വാട്ടർ കൺസർവേഷൻ മെത്തേഡ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് വെള്ളത്തിനെ കെട്ടി നിർത്താൻ പറ്റുക? Shouldn't the water reaching the soil in the form of be used in future? അപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വെള്ളം പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്.
വാട്ട് ആർ ദ മെത്തേഡ്സ്? ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചറിൽ എന്തൊക്കെയാ കാണുന്നത്? റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഴക്കാലത്തെ കുഴി അല്ലേ? മഴക്കുഴി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെള്ളം അതിൽ ശേഖരിക്കാൻ പറ്റും. പിന്നെ മഡ് വാൾസ്, ഓരോ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയിൽ അതിലൂടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ബേസിൻസ് അറൌണ്ട് ദ ട്രീസ് മീൻസ് തടമെടുക്കുക. പിന്നെ റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലേ? മേൽക്കുരയിലൂടെ വരുന്ന വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കുക, ഒരു ടാങ്കിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കുക. റെയിൻ വാട്ടർ ഇൻ ടു വെൽസ്, കിണറിലേക്ക് സ്റ്റോർ ചെയ്യുക. പിന്നെ ഒരു ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ട് അതിലേക്കും സ്റ്റോർ ചെയ്യാം. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് വെൽ റീചാർജ് some of the new methods prevailing today. With the help of your teacher, can be view related to CDs and write down note in the science diary about the various methods considered in the. Arrange a seminar into the top importance of water and the method of storage and conservation. വെള്ളത്തിനെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. When water turns a villain, doesn't water which is essential for becomes a destroyer at times? Do you have such experience? That is, ഈ വെള്ളം തന്നെ നമുക്കൊരു വില്ലനായിട്ട് വരുന്നത് എപ്പോഴാണ്? അമ്മൂസ് ഡയറിയിൽ റീഡ് ചെയ്യുക. It has been raining heavily since morning. രാവിലെ തൊട്ട് നല്ല മഴ പെയ്യാണ്. Not the gentle rain seen till yesterday, but heavy downpour in all its fury. Strong winds at times. അപ്പൊ ആർത്തുല്ലസിച്ചിട്ട് അതെന്താണ്? മഴ പെയ്യുകയാണ്, നല്ല കാറ്റും ഉണ്ട്. കാറ്റടിക്കുമ്പോൾ തന്നെ പേടിയാവുക അല്ലെ? The mango tree lay uprooted. When the rains abated a little, I went with my father to Ardi's house. Water had entered her house. അപ്പോൾ വേരോടുകൂടി ചില മരങ്ങളൊക്കെ ഉഴുതു പോയിരിക്കുക. പിന്നെന്താണ്? മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ആരതിയുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ എന്താ കണ്ടത്? അവിടെ വീട്ടിൽ ഓടും വെള്ളം കയറിയിരിക്കുകയാണ്. വാൾ ഓഫ് ദ സദൺ പാർട്ട് ഓഫ് ദ ഹൗസ് ഹാഡ് കൊളാപ്സ്ഡ്. മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കണു. അപ്പൊ ഇവൾക്ക് ഭയങ്കര സങ്കടം തോന്നി. മദർ സ്റ്റാൻഡിങ് ഹെൽപ്ലെസ്ലി നീ ഡീപ്പിനും, മുട്ടോളം വെള്ളമുണ്ട്. When my father asked them to stay with us in our house till the rain subsides, മഴയൊന്ന് കുറയുന്നവരെ വരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞു. Again kissing them since I also wanted. അപ്പൊ ഇവളും ഇതന്നെ ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അച്ഛൻ ഇതൊന്ന് പറയണമെന്ന് ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. If Ammu's father had not helped Arindhi and mother, how miserable it would have been. അല്ലെ? ഇവരെ സഹായിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. You also might have seen disasters caused. അപ്പൊ മഴക്കെടുതികൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. You might have come to know such things from the news through media such as അല്ലെ? മീഡിയയിലൂടെയും നമ്മൾ നേരിട്ടും കണ്ടിട്ടുണ്ട് അല്ലെ? മഴയുടെ കെടുതികളൊക്കെ റേഡിയോ, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ ആൻഡ് സോ ഓൺ. Conduct a discussion on such news in the class. The point mentioned below should be included. ഏതൊക്കെയാണ്? Flood, landslide, uprooting of trees, sea turbulence, destruction of agriculture, soil erosion, mudslide, destruction of house and buildings, diseases of rainy season. അതായത് മഴക്കാലത്ത് ഉണ്ടാവുന്ന അസുഖങ്ങൾ, പിന്നെ വീടുകൾക്ക് ബിൽഡിങ്ങുകൾക്കൊക്കെ ഉണ്ടാവുന്ന കേടുപാടുകൾ, മണ്ണൊലിപ്പ്, പിന്നെന്താ നാശം അല്ലെ? വേരോടുകൂടി ഓരോ മരങ്ങളും പിഴുത് താഴെ പോവാണ്. ഉരുൾപൊട്ടലും പ്രളയമൊക്കെ സംഭവിക്കാം. Collect a news item related to monsoon disaster from the newspapers. ന്യൂസ്പേപ്പറിൽ നിന്നും ഇതിലത്തെ ഓരോ ഹിന്റ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. Everybody may be seen given training on swimming. Plant in stems which float on water or in അതായത് കാറ്റ് നിറച്ച ടയറുകളില്ലേ, അതിന്റെ മുകളിൽ കിടന്നിട്ട് നമ്മൾ നീന്താൻ പഠിക്കാറുണ്ട്. വാഴയുടെ തണ്ട് ഉപയോഗിച്ചിട്ടും നീന്താൻ പഠിക്കാറുണ്ട്. Services of water divers and lifeguards should be made available. Safety boats and first aid facilities. അപ്പൊ എല്ലാവരും എന്തിനാ നീന്താൻ പഠിക്കണം എന്നൊക്കെ പറയുന്നത്? ഈ പ്രളയം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്വയരക്ഷയ്ക്കും വേണ്ടി മറ്റുള്ളവരെ രക്ഷിക്കാനും വേണ്ടിയിട്ടും. When water bodies and agriculture fields are filled with mud and river banks are enclosed for building purposes, the flow of water get blocked. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ ചെയ്യണത്? എല്ലാം കൂടെ വന്ന് തടഞ്ഞിട്ട് അല്ലെ? ഈ റിവറിലും എല്ലാം തടഞ്ഞിട്ട് തന്നെ വെള്ളത്തിന് പോക്ക് തന്നെ അത് ഇല്ലാതാക്കും. ഫ്ലഡ്സ് ഒക്കെ ആസ് നാച്ചുറൽ കോൺസിക്വൻസസ്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്താണ്? പ്രളയമൊക്കെ ഉണ്ടാവുന്നത്. ഡെത്ത്സ് ബൈ ഡ്രോണിങ് ദാറ്റ് കോമൺ ഇൻ ദ റെയിനി സീസൺ അല്ലെ? മരണം ഒരു നിത്യസംഭവമായിരിക്കുന്നു. പ്രളയത്തിന്റെ സമയത്തൊക്കെ മരണമൊക്കെ ഒരു നിത്യസംഭവമായിരിക്കുന്നു. ബൈ അൺസേഫ് വാട്ടർ ലോക്ക്ഡ് ഏരിയാസ്, അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ. എന്തിലൂടെയാണ്? ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്, കൾട്ടിവേഷൻ മെത്തേഡ്സ് വിത്ത് ലാർജ് സ്കെയിൽ സോയിൽ ഡിഗിങ്. മണ്ണൊക്കെ ഒരുപാട് നമ്മൾ പല കാര്യത്തിനും ഉപയോഗിച്ചും മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് കൊണ്ടൊക്കെയാണ് എന്ത് ഉണ്ടാവുന്നത്? ഈ പ്രളയവും അല്ലെ? വെള്ളം തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത്. Even though not man-made, sea turbulence also cause great destructions and loss. മനുഷ്യൻ ഉണ്ടാക്കിയതല്ലെങ്കിലും ഈ സുനാമി പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. Intensity of loss by accident is further increased.
അപ്പൊ ഇതിലൂടെ ഉണ്ടാകുന്ന ആക്സിഡൻസും കൂടിക്കൊണ്ടിരിക്കുക. വെൻ പീപ്പിൾ ഇഗ്നോർ വാർണിംഗ്സ് ആൻഡ് ലീവ് ക്ലോസ് ടു, അപ്പൊ ഇവര് എന്താണ്, ജനങ്ങള് ഇത് തള്ളിക്കളയുകയാണ്, വാർണിംഗ് കൊടുക്കുമ്പോൾ തള്ളിക്കളയ്ക്കുകയാണ്. അവരെന്താണ്, കടലിന്റെ തീരത്ത് തന്നെ വന്ന് താമസിക്കാൻ തുടങ്ങുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. കോസ്റ്റൽ എറോഷൻ ക്യാൻ ബി കൺട്രോൾ ബൈ കൺസ്ട്രക്ടിങ് സീ വാൾസ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുക? ഭിത്തി കെട്ടുക, അല്ലെ, ഭിത്തി കെട്ടുക, ആൻഡ് റേസിംഗ് മാൻഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചാലും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഡിസ്റ്റൻസസ് സൈറ്റ്സ് ഡയറി ടു പ്രിവെന്റ് നാച്ചുറൽ ഡിസാസ്റ്റർ കുറയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഇവിടെ എഴുതുക. കളക്ട് മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് വോളണ്ടിയർ, നമ്മുടെ ചുറ്റുമുള്ള ഈ വോളണ്ടറി ആക്ടിവിറ്റീസ് സഹായിക്കുന്നവരെ, അവരെ കുറിച്ചുള്ള ഓരോ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇൻവൈറ്റ് അങ്ങനത്തെ ഉള്ളവരെ നമ്മൾ സ്കൂളിലേക്ക് വിളിച്ച് അവരെ ആദരിക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്നും പഠിച്ചത്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ കിട്ടുന്നതാണ്. താങ്ക് യു.